ഇന്നില്ലേ നല്ല കുഞ്ഞുമത്തി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതായിട്ട് ഞാനൊന്ന് പുളിയിട്ടിട്ട് ഒന്ന് വറ്റിച്ച് വെക്കുകയാണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മീനാണ് കുഞ്ഞുമത്തി. അപ്പോൾ അത് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിന് വേണ്ടി ഇതാ ഒരു 10-20 ചെറിയ ഉള്ളിയും ഒരു ഉണ്ട വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും എടുത്തിട്ട് മിക്സിയുടെ ജാറിലൊന്ന് ചതച്ചെടുക്കുക. അപ്പോൾ അതാ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഒരു ചട്ടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ ഉലുവ ചേർത്തിട്ടുണ്ട്. അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളിയൊക്കെ അല്ലേ അതിട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് നല്ലൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. ഇനി ഇത് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 2 തക്കാളിയും 3 പച്ചമുളകും ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതാ നല്ല മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ചെറുതായി അരിഞ്ഞ തക്കാളിയും 3 പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ തക്കാളി നല്ല വെന്തുടഞ്ഞ് കിട്ടും. വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ. അങ്ങനെ തന്നെ ഈ ഒരു ഉപ്പും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഒന്ന് മൂടി വെച്ചാൽ തക്കാളി നല്ല വെന്തുടഞ്ഞ് വരും. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നല്ലൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ അതാ നമ്മളെ തക്കാളി ഒക്കെ വെന്തിട്ട് ആ ഒരു എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ഇതാ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. എന്നിട്ട് ആ ചെറു തീയിൽ നമുക്കിതൊന്ന് നല്ലൊന്ന് മിക്സാക്കി എടുക്കുക. ഇനി പൊടികളൊക്കെ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പുളി ഒഴിച്ച് കൊടുക്കണം കേട്ടോ. പുളിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് നല്ല തിക്കായിട്ടുള്ള ചാറോട് കൂടി കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം പോലെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഈ പുളി ഒന്ന് നല്ലൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. ഒരു 2-3 മിനിറ്റ് തിളപ്പിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ഇത് 1/2 കിലോ മത്തി കഴുകി വൃത്തിയാക്കിയതാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. നല്ലൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി കേട്ടോ. പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ അതാ കണ്ടില്ലേ, നമ്മളെ കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണയും മേലെ കുറച്ച് കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ.